വിശുദ്ധരോടൊപ്പം മാർച്ച് 27. ഈജിപ്തിലെ വിശുദ്ധ ജോൺ. ഈജിപ്തിൽ ഒരു തച്ചൻ്റെ മകനായി ജോൺ ജനിച്ചു. 25-ാമത്തെ വയസ്സിൽ ലൗകിക ആർഭാടങ്ങൾ ഉപേക്ഷിച്ച് ഒരു സന്യാസിയുടെ കീഴിൽ അസാധാരണമായ വിനയത്തോടും അനുസരണയോടും കൂടെ ജീവിച്ചു. പല മൂഢമായ പ്രവൃത്തികളും തൻ്റെ ഗുരുവിൻ്റെ നിർദ്ദേശപ്രകാരം അവൻ ചെയ്തുകൊണ്ടിരുന്നു. അതിലൊന്ന് ഇപ്രകാരമായിരുന്നു: ഒരു ഉണങ്ങിയ കമ്പ് പച്ചച്ചെടിയൊന്നോണം 1 വർഷം നനയ്ക്കുക. ഈ അനുസരണ പ്രവൃത്തികൾക്കെല്ലാം അനന്തരകാലത്ത് ജോണിന് വിശിഷ്ടമായ അനുഗ്രഹങ്ങൾ ലഭിക്കുന്നതിന് കാരണമായി. 40 വയസ്സുള്ളപ്പോൾ ലിക്കോപോളിസിൽ ഒരു ഉയർന്ന പാറയുടെ മുകളിൽ കയറി ഒരു കൊച്ചു അറ അദ്ദേഹത്തിൻ്റെ താമസത്തിനായി തിരഞ്ഞെടുക്കുകയും ആഴ്ചയിൽ 5 ദിവസവും ദൈവവുമായുള്ള സംഭാഷണത്തിൽ കഴിയുകയും ചെയ്തു. ശനിയും ഞായറും പുരുഷന്മാർക്ക് ആധ്യാത്മിക ഉപദേശങ്ങൾ നൽകി വന്നു. 42-ാമത്തെ വയസ്സ് മുതൽ 90-ാമത്തെ വയസ്സ് വരെ സൂര്യാസ്തമയം വരെ ഒന്നും ഭക്ഷിച്ചിരുന്നില്ല. അദ്ദേഹത്തെ സന്ദർശിക്കുവാൻ വരുന്നവർക്ക് താമസിക്കുവാൻ അദ്ദേഹം ഒരു ആസ്പത്രി പണിതു. അനേകരെ സുഖപ്പെടുത്തുകയും പലരുടെയും ഹൃദയ രഹസ്യങ്ങൾ അദ്ദേഹത്തിന് വെളിപ്പെടുത്താനും കഴിഞ്ഞിരുന്നു. സ്വേച്ഛാധിപതിയായ മാക്സിമസിനെ രക്തം ചിന്താതെ തെയോഡോഷ്യസ് ചക്രവർത്തി പരാജയപ്പെടുത്തുമെന്ന് അദ്ദേഹം പ്രവചിച്ചു. ആശാനിഗ്രഹവും പ്രായശ്ചിത്തവും ദിവ്യസ്തുതി കീർത്തനങ്ങളും വഴി ഏകാന്തതയിൽ തങ്ങളെ തന്നെ പവിത്രീകരിക്കുന്നവർ ഭാഗ്യവാന്മാർ.